മനസ്സിലായി. പക്ഷേ പുള്ളി എൻ്റെ അടുത്ത് ഇവിടെ വെച്ചൊരു വർത്തമാനം പറഞ്ഞ് അത് എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് വിഷമമായ കാര്യമാണ്. പുള്ളി ഇവിടെ നിന്നിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, കൊല്ലത്ത് ചില ഷോപ്പിലൊക്കെ ഡാമേജ് ആയ പാർട്സ് വില കുറച്ച് കൊടുക്കും. ആ പുള്ളി അത് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ അറിയണത്. അങ്ങനെ ഒരു പരിപാടിയില്ല, ഇവിടെ കിടക്കുന്ന ബോക്സുകളെല്ലാം നോക്കിയാൽ അറിയാം. അപ്പം അത് പുള്ളിയുടെ കുറ്റമല്ല. ഇതേപോലെ വരുമ്പോഴത്തേക്ക് വർക്ക്ഷോപ്പുകാരെ കുറ്റം പറയത്തുള്ളൂ. പുള്ളി നല്ല ആരാണെങ്കിലും അങ്ങനെ ചിന്തിക്കൂ, അത്രേ ഉള്ളൂ. ഇത് കൃത്യമായിട്ട് ക്വാളിറ്റി ചെക്ക് ഇല്ലാത്തതുകൊണ്ടാണ് വിഷയം വന്നത്. എന്തായാലും ആ ഒരു എന്താ പറയാ, ആ സ്പെയർ പാർട്സ് വാങ്ങിച്ച ബില്ലുണ്ടല്ലോ, ഉണ്ട്, അത് കയ്യിലുണ്ടല്ലോ. അപ്പൊ ഇനി മരയ്ക്കാരൻ എന്തായാലും കള്ളം പറയാൻ പറ്റത്തില്ല, നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി വാങ്ങിച്ചെന്നുള്ളത്. ഡയറക്റ്റ് ആ ഒരു മരയ്ക്കാരൻ എവിടെ നിന്നാണ് ഓർഡർ ചെയ്തത് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ മേടിച്ചത്. നമ്മളെ അടുത്തൊരു സ്പെയർ പാർട്സ് ഉണ്ട്, അവിടെ നിന്ന് എനിക്കൊന്നൊരു 7-8 കൊല്ലമായിട്ട് മരയ്ക്കാരനാണ് പാർട്സ് എടുക്കുന്നത്. അവർക്ക് നല്ലോണം അറിയുകയും ചെയ്യും, വേറെ ഒന്നും എടുക്കത്തില്ല, ഉറപ്പാണ്. അവിടെ തന്നെ എടുത്ത റിമ്മാണ്, ഒരു മാറ്റവും ഇല്ല. നമുക്ക് അറിയാമല്ലോ ഏത് ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അപ്പൊ ഇതില് സ്പെയർ പാർട്സ് ഇടക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇവിടെ നിന്ന് തരുന്ന സാധനം തരാൻ പറ്റത്തുള്ളൂ. എന്നെ മാത്രമല്ല, പല മെക്കാനിക്കുകൾക്കും ഇതൊക്കെ അനുഭവം ഉള്ളതാണ്. പിന്നെ ആരും ഒന്നും പുറത്ത് വരത്തില്ല, കാരണം നമ്മൾ ഡെയിലി ഇതിനൊക്കെ പല കാര്യങ്ങൾ കേൾക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഇതേപോലെ ജെന്യുവൻ പാർട്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് പ്രോപ്പറായിട്ടൊരു ക്വാളിറ്റി ചെക്ക് നടത്തി കഴിഞ്ഞാൽ ഇതൊക്കെ ആ ഒരു ഇഷ്യൂ പരിഹരിക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രശ്നം, ഐ മീൻ മരയ്ക്കാരന് പ്രശ്നം ഉണ്ടാവത്തില്ല. ഇതേപോലെ വർക്ക്ഷോപ്പുകാർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. കസ്റ്റമർ എപ്പോഴും ആക്സസ് ഉള്ളത് വർക്ക്ഷോപ്പിലാണ്, ഡയറക്റ്റ് വർക്ക്ഷോപ്പിലാണ്. സോ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്, വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത് നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഇപ്പോഴും പുതിയ ജനറേഷനിലുള്ള ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. സോ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ അല്ലേ കുറേ കാലം നമുക്ക് പോകും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏതാണ്ട് ഒരു 1.5 വർഷം മുന്നേ വരെ കുഴപ്പമില്ലായിരുന്നു, പക്കയായിരുന്നു. ഇതിന് മാത്രമല്ല, പ്രത്യേകിച്ച് പഴയ മോഡൽ ബുള്ളറ്റിന്റെ കാർബറേറ്റർ ഒക്കെ വരുന്നത് ചിലതൊക്കെ ഭയങ്കരമായിട്ട് മിസ്സിങ്, ഓവർഫ്ലോ, പിന്നെ എത്ര ചെയ്താലും കാർബറേറ്റർ ട്യൂണിങ് കറക്റ്റ് ആവില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ചില ബ്രാക്ക് ഷൂ കുറച്ച് ഓടി കഴിയുമ്പോൾ ബ്രാക്ക് ഷൂ നോയ്സ് ആവും. കസ്റ്റമർ വന്നിട്ട് പറയും സൗണ്ട് കാരണം കൊണ്ടുവന്നതാണ്, അപ്പോൾ തീരാറായതുകൊണ്ട് പുതിയ മേടിച്ചിരുന്നു. ഇപ്പോൾ പുതിയത് മേടിച്ചിട്ടല്ലേ ഉള്ളൂ, എന്തുകൊണ്ട് വീണ്ടും സൗണ്ടായി, നമ്മളെന്ത് ചെയ്യാനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ജസ്റ്റ് ഒന്ന് നിങ്ങളെ എല്ലാവരും അറിയിക്കണമെന്നുണ്ടായിരുന്നു, അത്ര മാത്രമാണ്, അല്ലാണ്ട് ഇതിൽ വേറൊരു ഉദ്ദേശവും ഇല്ല. അപ്പോൾ ക്വാളിറ്റി ചെക്കൊക്കെ കുറച്ച് നല്ല രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യണേ. മറ്റൊരു വീഡിയോ കാണാം, അതുവരേക്കും ബൈ ബൈ.